കാര്യം? പ്രിയമുള്ളവരെ, പല ജനാസ വീടുകളിൽ പോയിട്ട് നമ്മള് മയ്യത്തിനെ കുറിച്ച് നമ്മൾ സഹതപിക്കാറുണ്ടല്ലോ അല്ലേ? ജനാസ വീട്ടിൽ പോയിട്ട് നമ്മൾ പറയുന്നു, ഈ കുഞ്ഞുമോൻ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, നല്ലതുപോലെ പഠിക്കുന്നവനായിരുന്നു, ദീനിന് ഉപകാരിയായിരുന്നു, പള്ളിക്ക് ഉപകാരിയായിരുന്നു, നാട്ടിലെ ചെറുപ്പക്കാർക്ക് ആവേശമാണ് അവനെ കുറിച്ച് പറയാൻ. അതിന്റെ പരിപാടി സംഘടിപ്പിച്ചാൽ ഊണുമുറക്കമെടുത്തതിനു വേണ്ടി പാടുപെടുന്നവനായിരുന്നു. അല്ലാഹുവേ, അവൻ മരണപ്പെട്ടു പോയല്ലോ. അങ്ങനെ ജനാസകൾ കണ്ടിട്ട് മരണപ്പെട്ടുപോയ ജനാസയെക്കുറിച്ച് മയ്യത്തിനെ കുറിച്ച് ഞാനും നിങ്ങളും സഹതപിക്കാറുണ്ടല്ലോ. ആ സഹോദരി എത്ര നല്ലവളായിരുന്നു, നമസ്കാരമുള്ളവളാ, ഒരാളെ കുറിച്ച് മയ്യത്ത് പറയാത്തവളാ, വീട്ടിൽ അടങ്ങിയടങ്ങി മക്കളെ പരിപാലിച്ചുകൊണ്ട് മക്കളെ വളർത്തി കഴിയുന്നവളായിരുന്നു. എത്ര നല്ലവളായിരുന്നു. പക്ഷേ അല്ലാഹു അവൾക്ക് ആയുസ് കൊടുത്തില്ലല്ലോ. എത്ര പെട്ടെന്നാണ് അവന് മരണപ്പെട്ടു പോയത് എന്ന് പറഞ്ഞിട്ട് ജനാസകളുടെ മുന്നിലിരുന്നിട്ട് ജനാസയെക്കുറിച്ച് ഞാനും നിങ്ങളും സഹതപിക്കാറുണ്ടല്ലോ. മഹാനായ ഇബ്രാഹിം ഒരിക്കലതാ ഒരു മരണവീട് സന്ദർശിക്കുകയാൽ ആ സമയത്ത് ജനാസ കണ്ടിട്ട് മാറി നിൽക്കുമ്പോ കുറേ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന് ചർച്ചയാണ് ചർച്ച. ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി ആ ജനങ്ങളുടെ ചർച്ച എന്താണെന്നറിയാൻ അവർ അടുക്കിലേക്ക് മാറി നിന്നുകൊണ്ട് സാഗൂലം ശ്രദ്ധിക്കുമ്പോ ജനാസയെക്കുറിച്ച് അവർ സഹതപിക്കുകയാൽ നല്ലവനായിരുന്നല്ലോ, നമസ്കാരമുള്ളവനായിരുന്നല്ലോ, ജനങ്ങൾക്ക് ഉപകാരിയായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജനാസയെക്കുറിച്ച് ഓർത്ത് സഹതപിക്കുമ്പോ ഇത് കേട്ടിട്ട് ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി മാറി നിന്നു. എന്നിട്ട് ഈ ജനങ്ങളുടെ ചർച്ച കഴിഞ്ഞപ്പോ ആ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ തറഹമൂന അലാ അൻഫുസികും ലകാന ഖൈറാ. നിങ്ങളെ കുറിച്ച് ഓർത്തൊന്ന് സഹതപിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെന്നെ തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് നിങ്ങളെന്നൊരു തിരിഞ്ഞുനോട്ടം നിങ്ങൾ നടത്തിയിരുന്നെങ്കിൽ അതെത്രയോ നന്നായിരുന്നേനെ. ഈ മരണപ്പെട്ടു പോയ മനുഷ്യനുണ്ടല്ലോ, അവസ്ഥകൾ രക്ഷപ്പെട്ടവനാ, 3 കടമ്പകൾ അഭിമുഖീകരിച്ചവനാ. ഇനിയും ആ ജനാസയെക്കുറിച്ച് നിങ്ങളെ സഹതപിക്കുന്നതിനർത്ഥമില്ല. നിങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങളൊന്ന് സഹതപിച്ചിരുന്നെങ്കിൽ ഈ എത്രയോ നന്നായിരുന്നേനെ. ഇബ്രാഹിം സയ്യാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഏതാണ് ആ 3 അവസ്ഥകൾ? ഈ ജനാസ രക്ഷപ്പെട്ടു, 3 കടമ്പകൾ കഴിഞ്ഞു കടന്നു എന്ന് ഇബ്രാഹിം സയ്യാത്ത് പറഞ്ഞല്ലോ. 3 കടമ്പകൾ ഏതാണെന്നറിയുമോ? ഒന്ന് വജഹു മലക്കുൽ മൗത്തി, അസ്റായീലിന്റെ ഭീകരമായ മുഖമുണ്ടല്ലോ, അസ്റായീലിന്റെ ഭയാനകരമായ മുഖം കണ്ടല്ലോ. ഈ മയ്യത്ത് അസ്റായീലിന്റെ ഭീകരമായ മുഖം കണ്ട ആളാ. അസ്റായീലിന്റെ ഭീകരമായ മുഖം നല്ലവനാണെങ്കിൽ നല്ല മുഖം കണ്ട്, ദോഷപ്പെട്ടവനാണെങ്കിൽ അസ്റായീലിന്റെ മോശമായ മുഖം കണ്ടവനാ. ജീവിച്ചിരിക്കുന്ന നിങ്ങൾ അസ്റായീലിന്റെ മുഖം കാണേണ്ടതല്ലേ? അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പ്രിയമുള്ളവരെ, അസ്റായീലിന്റെ മുഖം വല്ലാത്തൊരവസ്ഥയാ. സുഹൃതവാനാണ് മരണപ്പെടുന്നതെങ്കിൽ അസ്റായീലിന്റെ നല്ല കോലമവന് കാണാൻ കഴിയും, പുഞ്ചിരി പോകുന്ന മുഖമവന് കാണാൻ കഴിയും. അതല്ല ദുഷ്കർമ്മിയാണെങ്കിലോ അസ്റായീലിന്റെ ഭീകരമായ മുഖമാണവന് കാണേണ്ടി വരിക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വല്ലാത്തൊരവസ്ഥയാ.
അസ്രായീലിന്റെ ഭീകരമായ മുഖം തന്നെ മതി. അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നവന് പിന്നെ നരകത്തിന്റെ ഖബറിന്റെ ശിക്ഷ വേണ്ട, നരകത്തിന്റെ തീന്തരം അവനെ കുറിപ്പിക്കേണ്ടതില്ല, നരകത്തിന്റെ ചൂട് കൊണ്ടവന്റെ ശരീരം പൊള്ളിപ്പിക്കേണ്ട, നരകത്തിലെ തീന്തരം അവന് കുറിപ്പിക്കേണ്ട, അതൊക്കെ ഭക്ഷണം അവന് കൊടുക്കേണ്ട. കാരണം അത്രത്തോളം ഭയാനകരമാണ് അസ്രായീലിന്റെ മുഖം. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിച്ചുവത്രേ, അവസ്ഥീയൊന്ന് തുര്യനി സൂറത്തല്ലത്തെ തഖ്ദുറു ഫീഹാ റൂഹൽ ഫാജിരീൻ. അല്ലയോ അസ്രായീലേ, മോശപ്പെട്ടവന്റെ ആത്മാവിനെ പിടിക്കുന്നതിന്റെ കോലം എനിക്കൊന്ന് കാണിച്ചു തരുമോ? പ്രിയമുള്ളവരെ, നല്ലവന്റെ റൂഹിനെ പിടിക്കുന്നു നല്ല കോലത്തിലാണ്, മോശപ്പെട്ടവന്റെ റൂഹ് പിടിക്കുന്നത് അസ്രായീലിന്റെ ഭീകരമായ രൂപത്തിലാ. ഇബ്രാഹീം നബി പറയുമ്പോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഓ ഇബ്രാഹീം നബിയേ, അത്തീഖുദാലിക, എന്റെ ഭയാനകരമായ ആ ഭീകരമായ രൂപം കാണാൻ കണ്ടു നിൽക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ? ഇബ്രാഹീം നബി പറഞ്ഞു, ബലായ അസ്രായീൽ, അത് എനിക്കതിനുള്ള ശേഷിയുണ്ട്, എനിക്ക് ആ രൂപമൊന്ന് കാണണം അസ്രായീലേ. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് തിരിഞ്ഞു നിൽക്കുക, ഞാൻ പറഞ്ഞിട്ട് എന്നിലേക്ക് നിങ്ങൾ നോക്കാവൂ. അങ്ങനെ ഇബ്രാഹീം നബി തിരിഞ്ഞു നിന്നു. അസ്രായീൽ പറഞ്ഞ സമയത്ത് ഇബ്രാഹീം നബി തിരിഞ്ഞു നോക്കുമ്പോ قائم الشجر منذ الريح يخرج من فيه ومناخره لهب النار والدخان. ഇബ്രാഹീം നബിയതാ അസ്രായീൽ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോ മുമ്പിലതാ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടൊരു ഭീകര രൂപം നിൽക്കുകയാ. ഇനിയെല്ലാം എഴുന്നേറ്റ് നിൽക്കുകയാ. ശക്തമായ ദുർഗന്ധം അടിച്ചു വീശുകയാണ്. ഇസ്രായേലിന്റെ നാശാധാരങ്ങളിലൂടെയും വായിലൂടെയും ശക്തമായ തീജ്വാല പാറിപ്പറക്കുന്ന ഒരവസ്ഥ കൊണ്ട് മഹാനായ ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധരഹിതനായി നിലത്ത് വീഴുകയാണ്. ബോധം കെട്ടി പിന്നീട് ബോധം തിരിച്ചു കിട്ടുമ്പോ സൂറത്തിലൂല അസ്രായേൽ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയിരുന്നു. ഇത് കണ്ടിട്ട് ഇബ്രാഹീം നബി പറഞ്ഞു, യാ മലക്കുൽ മൗത്ത് അസ്രായേലേ, ولو لم يلق الصابر إلا صورة وجهك لكان ذلك حسبه. അസ്രായേലേ, അഹങ്കാരിയായ തെമ്മാടിയായ മനുഷ്യന്, നമസ്കരിക്കാത്ത മനുഷ്യന്, നോമ്പനുഷ്ഠിക്കാത്ത മനുഷ്യന്, അഗതികളെ സഹായിക്കാത്തവരുണ്ടല്ലോ, പാവങ്ങളുടെ കണ്ണീരപ്പാറുള്ള മനസ്സ് കാണിക്കാത്തവരുണ്ടല്ലോ, ജീവിതത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കാത്ത ധന്യമാക്കാത്തവനുണ്ടല്ലോ. എന്തിനാണ് ഖബറിന്റെ ഇരുട്ട്? എന്തിനാണ് ഖബറിന്റെ ഏകാന്തത? എന്തിനാണ് ഖബറിന്റെ പുഴുക്കള്? എന്തിനാണ് മഹ്ശറ? എന്തിനാണ് മഹ്ശറയിലെ കോലം വരയ്ക്കപ്പെടുന്നത്? എന്തിനാണ് ഉസാവിന്റെ മൈതാനി? എന്തിനാണ് തലയുടെ മുകളിൽ ഒരു ഗോൾ മുകളിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സൂര്യന്റെ താപമെന്തിനാ? എന്തിനാണ് കത്തിക്കാടുന്ന നരകം? എന്തിനാണ് നരകത്തിൽ അതിന്റെ കുടൽമാന പോലും കഴിച്ചു കളയുന്ന പാനീയവും ഭക്ഷണവും എന്തിനാ? തെമ്മാടിയായ മനുഷ്യന് നീ റൂഹിനെ പിടിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖമൊന്ന് കണ്ടാൽ മതിയല്ലോ എന്നറിയില്ലേ? അതിനപ്പുറത്തേക്ക് മറ്റൊരു ശിക്ഷയും അവന് വേണ്ട. അത്രത്തോളം ഭീകരമായ രൂപമാണല്ലോ എന്ന് ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്രായേലിനോട് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര ജനാസകളുടെ ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് എത്ര ജനാസകൾ ഞാനും നിങ്ങളും കണ്ടുപോയിട്ടുണ്ട്. കൈകാലുകളെ തടിച്ചത് കൈകാലുകളെ തടിച്ചുകൊണ്ടുള്ള മരണം നിങ്ങൾ കണ്ടില്ലേ? ശരീരം മുഴുവനും മാന്തിപ്പുറത്തിട്ട് രക്തമൊഴുകുന്ന അവസ്ഥകൾ കണ്ടില്ലേ? എത്ര പേരുടെ മുഖമാണ് വികൃതമായി പോയിട്ടുള്ളത്? എത്ര പേരാ കാലിപ്പടിച്ച് മരണപ്പെട്ടത്? എത്ര പേരാ ദാഹിച്ച് വലഞ്ഞിട്ട് കൊടുത്ത വെള്ളം പോലും മതിയാകാതെ കൊണ്ടുവരണ്ട് മരണപ്പെട്ടു പോയത്?
എത്ര പേരാ മുഖം തെരുവിലെത്തി മരണപ്പെട്ടു പോയത്, എത്ര പേരാ മനമൂത്ര വിസർജനം നടത്തിയിട്ട് മരണപ്പെട്ടു പോയത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് അസ്രായീലിന്റെ ഭീകരരൂപം കണ്ടതിന്റെ അടയാളമാ. എന്നാൽ സുഹൃതമാരാണെങ്കിലോ ഇസ്രായേലിന്റെ മല്ലഘോരമാ. സ്വർഗത്തിന്റെ ഫോട്ടോ കാണിക്കുകയാ, സ്വർഗത്തിന്റെ പാനീയം കുടിപ്പിക്കുകയാ. ആരും അറിയില്ല, ഒരു വെപ്രാളമില്ല, ഒരു ഭയമില്ല, ഒരു അട്ടഹാസമില്ല, ഒരു വീണരോധനമില്ല, കാലിത്തടിയില്ല, വലരൂത്ര വിസർജനമില്ല. എത്ര നല്ല രീതിയിലാണ് ഉറങ്ങാൻ കിടക്കുന്നത് പോലെ പുഞ്ചിരി വീതി മരണപ്പെട്ട് കിടക്കുന്ന എത്ര എത്ര ജനാസകളാ ഞാനും നിങ്ങളും കണ്ടുപോയിട്ടുള്ളതെന്റെ പ്രിയമുള്ളവരെ. അല്ലാഹു നമുക്കങ്ങനെ മരിക്കാൻ ഭാഗ്യം തരട്ടെ, നെറ്റിത്തടഞ്ഞിറച്ച് മരിക്കാൻ ഭാഗ്യം തരട്ടെ, സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ.